ഞാനും അവളും മാത്രമുള്ള ചെറിയ പാർട്ടിയായിരുന്നു എൻ്റെ മനസ്സിൽ. ഇതിപ്പോൾ കണ്ണി കണ്ട അവന്മാരെയൊക്കെ വിളിച്ചു തന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നു. എടാ നിന്നെയല്ല ആ ജോബിൻ്റെ കാര്യം പറഞ്ഞേ, നീ കുടിച്ചോ. കള്ളന്ന് എഴുതി വെച്ചാൽ മതി, ഓരോ ദാരിദ്ര്യം പിടിച്ചമാർ കയറി വന്നോളൂ. നടന്നോ, ഞാൻ വന്നോളാം. നല്ല വൈബ് പാർട്ടി അല്ലേ? അത്രയ്ക്ക് വൈബൊന്നുമില്ല. ഒരു IT ജോലി കിട്ടിയ കേസല്ലേ, അല്ലാതെ ISROയിലും നാസയിലും ഒന്നും അല്ലല്ലോ. നിനക്കൊന്ന് ISROയിലാണല്ലോ പണി. ISROയിൽ പണി മാത്രമല്ല, ഇവരാ റോക്കറ്റ് തള്ളി വിടുന്നേ. ISROയിൽ റോക്കറ്റ് പറക്കാത്തപ്പോ ഇവനവ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇത് തന്നെ ഇപ്പൊ ഇവന്റെ കഴിവുകൊണ്ട് കിട്ടിയ ജോലിയൊന്നും അല്ലല്ലോ. അവളാ ഈ ജോലി ശരിയാക്കി കൊടുത്തത്. ഞാനുള്ള സ്ഥലവും ശരിയാക്കി കൊടുത്തത് അവള് തന്നെ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ പാവാട വിസ എന്നാ പറയുന്നത്. എടാ നിനക്ക് അവളുടെ പാവാട താങ്ങാൻ കിട്ടാത്ത എന്നെ ചൊരിക്കല്ലടാ തീർക്കുന്നേ. ഇതൊന്നും കേട്ട് നീ സന്തോഷിക്കണ്ട, സ്വാതന്ത്ര്യം എനിക്കുള്ളതാ. അതിനുവേണ്ടി നിന്നെ അങ്ങ് ഇല്ലാതാക്കേണ്ടി വന്നാലും എനിക്കൊരു മടിയില്ല. അയ്യോ എന്റെ രാഹുല് കൊല്ലലേടാ, എന്റെ ചേക്കിനെ തല്ലേ കൊല്ലലേടാ കൊല്ല. ജോബിന് നിന്നെ ഇഷ്ടമായിരുന്നു? അവൻ കുറച്ച് ദിവസം മുന്നേ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ അത് എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് അവനോട് അങ്ങനെ ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതെന്നോ കഴിഞ്ഞ കാര്യം. എന്താ അവൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇന്നവൻ സംസാരിച്ച രീതി എനിക്കിഷ്ടായില്ല. ഇന്ന് തന്നെ പാർട്ടിയിൽ നമ്മളെപ്പറ്റി അവൻ എന്തൊക്കെയാ പറഞ്ഞേ? ഇതുപോലെ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരെന്ത് പറയാൻ? അല്ല, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവരെ കണ്ടിൽ പലതും തോന്നൂലേ? വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കാതെ നമുക്ക് കല്യാണം കഴിച്ചൂടെ? ഇത് നാട്ടുകാർ പറയുന്നതാണോ അതോ നീ നിന്റെ ആഗ്രഹം പറയുന്നതോ? ചാണ്ടി, ഏതൊരു റിലേഷൻഷിപ്പും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കണ്ടേ? എടാ രാഹുലെ, നമ്മളിപ്പോ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നില്ലേ? അതെ, ഇതേപോലെ അങ്ങോട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ മതിയില്ലേ? അതിപ്പോ കല്യാണം കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹാപ്പി ആവൂലേ? കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്താ? എനിക്കിഷ്ടല്ല. അതെ, ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ റീസൺ കൂടെ പറയണം. റീസൺ ഒന്നുമില്ല. പിന്നെ എന്താ നിന്റെ പ്രശ്നം? അല്ല, ഇവിടെ ജീവിക്കണമെങ്കിൽ എല്ലാ കാര്യം ബോധിപ്പിക്കണമെന്നുണ്ടോ? മോശമായിപ്പോയി.